अस्माकं तु विशिष्टाये तान्निबोध द्विजोत्तमा नायक मम സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. എന്താണ് ദ്വിജോത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാഹ്മണ ശ്രേഷ്ഠ. അസ്മാകം തു നമ്മുടെ, വിശിഷ്ടാഹ പ്രമുഖന്മാർ, യേ ഏവരോ, മമ സൈന്യസ്യ എൻ്റെ സൈന്യത്തിൻ്റെ, നായകാഹ നായകന്മാർ, താൻ അവരെ, തേ അങ്ങേക്ക്, സംജ്ഞാർത്ഥം അറിയുവാൻ വേണ്ടി, ബ്രവീമി ഞാൻ പറയാം. താൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ, നിബോധ അറിയുക. എന്താ ഇപ്പൊ നമ്മുടെ ശ്ലോകം? അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. അപ്പോ ബ്രാഹ്മണോത്തമ, എൻ്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ്. ഈ ദുര്യോധനനെ സംബന്ധിച്ചിടത്തോളം ദുര്യോധനനെ അറിയാം, ഈ ആചാര്യന്മാരാരും പൂർണ്ണ മനസ്സോടു കൂടിയിട്ട് എൻ്റെ കൂടെ നിൽക്കണവരല്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് അവരൊക്കെ എൻ്റെ സൈഡ് നിൽക്കണത്. മനസ്സുകൊണ്ട് പാണ്ഡുപുത്രന്മാരോടാണ് കൂറുള്ളതെന്ന് നല്ല പോലെ ആർക്കറിയാം? ദുര്യോധനനറിയാം. ദുര്യോധനന്റെ സ്വഭാവം ഭാരത കഥ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായി കാണുമല്ലോ ഏകദേശം. വളരെ വികൃത മനസ്സാണ്, ഭയങ്കരമായിട്ടുള്ള സ്വാർത്ഥതയാണുള്ളത്, കുറച്ച് അസൂയയും അഹങ്കാരവും ഒക്കെ ഉണ്ടെന്ന് അർത്ഥം, കുടില ബുദ്ധിയും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു മനസ്സും സ്വഭാവമൊക്കെയാണ് ദുര്യോധനനുള്ളത്. ഈ കുടില ബുദ്ധിയും വാക്ചാതുര്യവും ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു യുദ്ധഭൂമിയിൽ വെച്ചിട്ട് യുദ്ധത്തിന്റെ അന്തരീക്ഷത്തില് ദുര്യോധനൻ സംസാരിക്കുന്നത് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെയൊക്കെ കാണാൻ സാധിക്കും. ഭയങ്കര കണ്ണിങ് ആണ്. അതേ സമയത്ത് തന്നെ കുത്തേണ്ടോർത്ത് കുത്തുകയും വേണം, പറയേണ്ടോർത്ത് പറയുകയും വേണം, എന്നാ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും വേണം, എന്നാൽ മാത്രമേ തനിക്ക് വിജയമുള്ളൂ എന്നറിയാം. അപ്പൊ ഇങ്ങനെയുള്ള എന്താ പറയുക, കുറേ തന്ത്രങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള സംസാര രീതികളാണ് ഈ ശ്ലോകത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റുക. ദുര്യോധനന്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് തന്നെ ആയിരിക്കണം ആർക്കും തന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ദുര്യോധനന് തന്നെ അറിയണതാണ്. അതുകൊണ്ട് ഈ ആചാര്യന്മാരും പൂർണ്ണ മനസ്സോടുകൂടി തന്നെയല്ല എൻ്റെ കൂടെ നിൽക്കണതെന്ന് ബോധ്യമുണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സ്വഭാവം കൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും വെറുത്തിട്ടേക്കാണ് ദുര്യോധനനെ. പക്ഷെ ഇപ്പോ യുദ്ധമല്ലേ, യുദ്ധത്തിന്റെ അവസരമല്ലേ, അപ്പോൾ എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ. സൂത്രത്തില് എല്ലാവരെയും അങ്ങോട്ട് ചേർത്ത് പിടിക്കണം, എന്നാൽ മാത്രമാണ് ഇവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുള്ളൂ എന്ന് ദുര്യോധനന് നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ പറയില്ലേ, ചില ആളുകളുടെ സംസാര രീതി കേട്ടിട്ടില്ലേ നിങ്ങൾ? മനസ്സിലൊരു തരി ആത്മാർത്ഥത ഉണ്ടാവില്ല, പക്ഷെ പുറത്ത് ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും. ഈ കപട സ്നേഹപ്രകടനം അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത കുറെ പൊലിപ്പിച്ചു പറയണ പോലെയുള്ള സ്വഭാവങ്ങൾ, ഷുഗർ ഡിപ്പഡ് ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഒരാളെ അങ്ങ് കണ്ടു കഴിയുമ്പോൾ ഒരു ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഉള്ളിലോ അവർക്ക് ഒരു തരി സ്നേഹം ഇല്ലേനും. അപ്പോൾ വാക്കുകൾ ഈ പഞ്ചസാരയിൽ മുക്കിയിട്ടുള്ള സംസാരിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ ചുറ്റും നമുക്ക് ധാരാളം കാണാൻ പറ്റും. അതുപോലെ ഒരാളാണ് ഈ ദുര്യോധനനെ. അപ്പോൾ ഒന്ന് പതുക്കെ മയപ്പെടുത്തി പ്രീതിപ്പെടുത്തി സംസാരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ ആചാര്യന്മാരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും, ഇല്ലെങ്കിൽ അവരുടെ മനസ്സിലൊക്കെ കൂറിരിക്കണത് പാണ്ഡവരോടാണ് എന്ന നല്ലോണം അറിയണത് കൊണ്ട് തന്നെ കുറച്ച് പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കുറച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിക്കാമെന്ന് വിചാരിച്ചു. സർവ്വസൈന്യാധിപനായിട്ടുള്ള ഭീഷ്മർ പോലും മനസ്സുകൊണ്ട് പാണ്ഡവരുടെ പക്ഷത്താണെന്നുള്ള കാര്യം അറിയണതുകൊണ്ട് സത്യത്തിൽ എല്ലാവരെയും വശത്ത് നിർത്തിയിട്ട് യുദ്ധം നടത്താൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം കൊണ്ട് ദ്രോണരെ ഇവിടെ സംബോധന ചെയ്യണത് എന്താണെന്നറിയോ? ദ്വിജോത്തമ എന്നാണ്. ഒരു മുഖസ്തുതി ഇരുന്നോട്ടെ, മുഖസ്തുതിയിൽ വീഴുന്ന ആളുകളും ഉണ്ടല്ലോ. അപ്പൊ ദ്രോണരെ ഒന്ന് പ്രശംസിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പ്രസാദപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഒന്ന്
സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദ്വിജോത്തമ എന്ന് വിളിക്കുകയാണ്. ഈ ദ്വിജോത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്നാണ് അർത്ഥം. കർമ്മം കൊണ്ട് ക്ഷത്രിയനാണെങ്കിലും ജന്മം കൊണ്ട് ബ്രാഹ്മണപുത്രനാണ് ദ്രോണാചാര്യര്. ആ ബ്രാഹ്മണ്യം എത്ര കണ്ട് ക്ഷത്രിയനായി മാറി എന്ന് പറഞ്ഞാലും പാടെ വിട്ടുമാറില്ലല്ലോ. അതൊരു സ്വഭാവമല്ലേ, അത് ജന്മനാ കിട്ടിയിരിക്കുന്നതല്ലേ. അപ്പൊ ഈ ബ്രാഹ്മണന്മാര് പൊതുവെ സാത്വികന്മാരാണ്. സാത്വികന്മാര് ഒരിക്കലും ചതിക്കില്ല. അപ്പോ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് വിളിച്ചത് കൊണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്ന് പ്രീതിപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ബ്രാഹ്മണനാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കണം. ബ്രാഹ്മണ്യം വിട്ടുമാറാത്തത് കൊണ്ട് സാത്വികന്മാർ ഒരിക്കലും ആരെയും ചതിക്കില്ല എന്നുള്ള ഒരു ധ്വനി കൂടെ ദ്വിജോത്തമന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ദുര്യോധനൻ. ഈ ബ്രാഹ്മണന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരെപ്പോഴും യജ്ഞവും യാഗവും പൂജയും പ്രതിഗ്രഹവും ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള നന്മ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകളല്ലേ. അപ്പോ ഇത്തരം കാര്യങ്ങളിലാണ് അവർക്ക് ജന്മനാ താല്പര്യമുള്ളതും. അങ്ങനെയുള്ള ബ്രാഹ്മണന്മാര് ശൗര്യനിധികളായിട്ടുള്ള ഇപ്പൊ ഭീഷ്മ പിതാമഹനെ പോലെയുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ക്ഷത്രിയരാണ്. അവര് യുദ്ധത്തില് വലിയ പ്രാഗൽഭ്യരാണ്. അപ്പോ ഒരു ബ്രാഹ്മണനേക്കാളും ശൗര്യനിധികളായിട്ടുള്ള ഭീഷ്മ പിതാമഹനെ പോലെയുള്ള ക്ഷത്രിയര് തന്നെയാണ് യുദ്ധരംഗത്ത് പ്രയോജനപ്പെടുക എന്നുള്ള ഒരു ധ്വനി കൂടെ ഇതിന്റെ പിന്നിൽ ദുര്യോധനൻ വച്ചിട്ടുണ്ട് എന്നാണ് അഭിപ്രായം. അപ്പൊ അവിടെ ഒരു ആചാര്യൻ നിന്നയായില്ലേ. ആചാര്യനൊന്ന് പ്രസാദിപ്പിച്ചിട്ട് താനൊരു ബ്രാഹ്മണനാണെന്ന് ഓർമ്മപ്പെടുത്തി, ബ്രാഹ്മണനായതുകൊണ്ട് ചതിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എന്റെ പിന്നിലുണ്ട്. പിന്നെ നമ്മൾ പറയില്ലേ, ചില കാര്യത്തിൽ നമ്മൾ കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പോൾ ചില വീടുകളിൽ പാരൻസ് കുട്ടികളെ നല്ലോണം പഠിക്കാൻ വേണ്ടി കമ്പയർ ചെയ്യൂല്ലേ. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ കണ്ടോ, ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പയർ ചെയ്യണ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ യുദ്ധഭൂമിയിൽ നിന്നിട്ട് ദുര്യോധനൻ കമ്പയർ ചെയ്യാണ്. ഈ പാണ്ഡവ സേനയുടെ ഒരു മഹത്വമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാ ഈ ദ്രോണാചാര്യന് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. കാരണം പ്രിയ ശിഷ്യനല്ലേ അപ്പുറത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ പോണത്. ശിഷ്യൻ ജയിക്കുമ്പോഴല്ലേ ഗുരുവിന് സന്തോഷം ഉണ്ടാവുക. അപ്പോ എന്റെ സൈന്യത്തിലും നല്ല വീരന്മാരൊക്കെ ഉണ്ട്. ചിലപ്പോ ഇങ്ങോട്ട് ശ്രദ്ധിക്കാതെ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നത് പാണ്ഡവന്മാരാണല്ലോ. അപ്പൊ എന്നാ ശരി, ഞാൻ അവരെ കുറിച്ച് പറയാന്ന് കരുതിയിട്ടായിരിക്കാം ആദ്യം ഒന്ന് പ്രസാദിപ്പിച്ചിട്ട് ദ്വിജോത്തമ എന്നൊക്കെ വിളിച്ചു എന്നുണ്ടെങ്കിലും പിന്നെ ആള് കാര്യത്തിലേക്ക് വരികയാണ്. നായക മമ സൈന്യസ്യ എന്ന പ്രയോഗത്തിലൂടെ എൻ്റെ സൈന്യത്തിലുള്ള നായകന്മാരെ കുറിച്ച് അങ്ങ് അറിയണം എന്ന് പറഞ്ഞിട്ട് മമ എന്ന ആ ഒരു ആസുര പ്രകൃതിയാണ്, അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരത്തെയും ആ ഒരു മമതാബോധത്തെയുമാണ് ദുര്യോധനൻ ഇവിടെ പ്രകടാക്കുന്നത്. പിന്നെ അങ്ങനെയല്ലേ അല്ലേ, ഓരോരുത്തരുടെയും സ്വഭാവങ്ങളിലാണല്ലോ നന്മയും തിന്മയൊക്കെ ഇരിക്കുന്നത്. എന്താണെങ്കിലും ദുര്യോധനൻ പറയാൻ തീരുമാനിച്ചു തന്റെ സൈന്യത്തിലുള്ള വീരന്മാര് ആരൊക്കെയാണെന്ന്. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തതൈവ ച അന്യേ ച ബഹവഃ ശൂരാ മദർത്തെ ത്യക്തജീവത നാനാശാസ്ത്ര പ്രഹരണ സർവേ യുദ്ധവിശാരദ എന്നാ പറഞ്ഞത്. 2 ശ്ലോകങ്ങളാണ് ഞാൻ വായിച്ചത്, 8-ാമത്തെയും 9-ാമത്തെയും ശ്ലോകം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിധിം ജയ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിസ്തതൈവ ച. ഈ പേരുകളൊക്കെ മഹാഭാരത കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കുമല്ലോ. ആദ്യം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ദുര്യോധനന്റെ മനസ്സിലൊന്ന് പ്രീതിപ്പെടുത്തി ഒന്ന് മയപ്പെടുത്തിയിട്ട് വേണം കാര്യം പറയാൻ എന്നുള്ളത് കൊണ്ട്. കാരണം ആവശ്യമുണ്ടേ, യുദ്ധമല്ലേ. ഒരാൾ യുദ്ധം ചെയ്യാണ്ടിരുന്ന യുദ്ധത്തിൽ തോറ്റു പോകും. ഇപ്പൊ ഇവരൊക്കെയാണല്ലോ വീരന്മാര്. അപ്പൊ ഇവരൊക്കെ വേണ്ട മുൻനിർത്തി യുദ്ധം ചെയ്യാൻ വേണ്ടി. അപ്പൊ ദ്രോണരോട് സംസാരിക്കുമ്പോൾ ആദ്യം ഒന്ന് പുകഴ്ത്തിയിട്ടാണ് പിന്നെ ദ്രോണർക്കുള്ള ഒരു കുത്ത് അതിൻ്റെ ഇടയിൽ ചേർത്ത് വെക്കണത്. ദുര്യോധനന്റെ ഒരു ശൈലിയാണത്. അപ്പൊ ഇവിടെ ശ്ലോകം മുറിച്ചു നോക്കിക്കഴിഞ്ഞാല് ഭവാൻ അങ്ങും ഭീഷ്മ ച ഭീഷ്മ പിതാമഹനും കർണഃ ച കർണനും കൃപഃ ച കൃപനും സമിതിം ജയ എന്നും പോരിൽ ജയിക്കുന്നു. അശ്വത്ഥാമ അശ്വത്ഥമാവും വികർണശ്ച വികർണനും സൗമദത്തിഹി ച സോമദത്തന്റെ പുത്രനും തഥൈവ ച അങ്ങനെ തന്നെ. അപ്പൊ യുദ്ധത്തില് സദാ ജയിക്കുന്നവരായിട്ടുള്ള താങ്കള്, ഭീഷ്മര്, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ,
സോമദത്തന്റെ പുത്രനായിട്ടുള്ള ഭൂരിശ്രവസ് എന്നിവരും എൻ്റെ സൈന്യത്തിലുണ്ട് എന്നാണ് പറയുന്നത്. എന്താ ഭാവാർത്ഥം എന്ന് പറയൂ? സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണി 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 പറഞ്ഞു കൊടുക്കുകയാണ് ആചാര്യന്. യുദ്ധത്തില് ഈ പരീക്ഷയ്ക്കൊക്കെ പോകേണ്ടതിന് മുന്നേ ചില വീടുകളിൽ അമ്മമാർ കുട്ടികളെ ഇരുന്നിങ്ങനെ റിവൈസ് ചെയ്യിപ്പിക്കണം കണ്ടിട്ടില്ല. കുറച്ച് നേരം കൂടി ഉള്ളൂ ഇനി വണ്ടി വന്നിട്ട് സ്കൂളിലേക്ക് പോകാൻ. പക്ഷെ ആ ഒരു മിനിറ്റിൽ പോലും ഇങ്ങനെ റിവൈസ് ചെയ്ത് ഓർമ്മിപ്പിക്കണം. നിങ്ങൾക്ക് അത് ഓർമ്മയില്ലേ, ഇത് ഓർമ്മയില്ലേ എന്നിട്ട് ഓരോ ടോപ്പിക്ക് ഓർമ്മിപ്പിക്കണം കേട്ടിട്ടില്ലേ. അതുപോലെ യുദ്ധം തുടങ്ങാറായിട്ടുണ്ട്. അപ്പം അതിന് മുൻപ് തന്നെ ദ്രോണാചാര്യർക്ക് പാണ്ഡവരോട് അനുകമ്പ തോന്നാണ്ടിരിക്കാനായിട്ട് എന്തു പറയുകയാണ്? തൻ്റെ പക്ഷത്തുള്ള ആളുകളെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഒന്ന് ആവേശം കൊള്ളിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ ദുര്യോധനൻ കേട്ടോ. സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെ ദുര്യോധനൻ എണ്ണി 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 പറയാണ്. അങ്ങനെ യുദ്ധത്തില് തോൽവില്ലാത്തവരാണ് എൻ്റെ കൂടെയുള്ള വീരന്മാരെന്നും കൂടെ പറയണ്ട. വികർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനന്റെ സഹോദരനാണ്. നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണും. അപ്പൊ വികർണൻ എല്ലാവർക്കും പരിചിതമാണ്. അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രനാണ്. ഭാഗവതം കഥകൾ പറയുന്ന സമയത്ത് അശ്വത്ഥാമാവിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേൾക്കാത്തവര് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരാണ് ദ്രോണപുത്രൻ എന്നുള്ളത് മനസ്സിലാവും. സൗമദത്തി അഥവാ ഭൂരിശ്രവസ് ബാഹ്ലിക രാജാവിന്റെ പുത്രനാണ് അദ്ദേഹം. പാണ്ഡുവിനെ വിവാഹം കഴിക്കേണ്ടതിന് മുന്നേ കുന്തിദേവിക്ക് ഉണ്ടായിട്ടുള്ള പുത്രനാണ് അർജുനന്റെ ഭ്രാതാവായിട്ടുള്ള കർണൻ. ഇനിയിപ്പോ ദ്രോണാചാര്യരുടെയും കൃപാചാര്യരുടെയും കൃപിയുടെയും ഒക്കെ കഥ മുൻപ് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് മഹാഭാരത കഥകൾ പറയുന്ന സമയത്ത്. അപ്പോൾ അവരുടെയൊക്കെ ജന്മകഥയും കാര്യങ്ങളൊക്കെ അറിയാത്തവരാണെങ്കിൽ ആ ഒരു ഭാഗം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഈ ഒരു ശ്ലോകം നോക്കണ സമയത്ത് ഭീഷ്മരെക്കാൾ മുൻപാണ് ദ്രോണരെ പരാമർശിച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കാണും. ഭവാൻ ഭീഷ്മശ്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭവാൻ അങ്ങയും. അത് കഴിഞ്ഞിട്ടാണ് ഭീഷ്മരെ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വാക്പ്രയോഗം അവിടെ നടത്തിയിരിക്കുന്നത്. ദുര്യോധനന് ഭീഷ്മരെക്കാൾ വിശ്വസ്തൻ ദ്രോണർ തന്നെയാണെന്ന് ദ്രോണർക്ക് മനസ്സിലാവണം. അപ്പൊ അതങ്ങ് സ്ഥാപിച്ചിട്ട് പ്രീതി നേടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഭവാൻ എന്ന് പറഞ്ഞത്. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വീണ്ടും ഒരു മുഖസ്തുതിയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ 10 ദിവസം, ആദ്യത്തെ 10 ദിവസം സർവ്വ സൈന്യാധിപനായിട്ട് പട നയിച്ചിരിക്കുന്നത് ഭീഷ്മ പിതാമഹനാണ്. അപ്പോ സർവ്വ സൈന്യാധിപന്റെ വിജയമാണ് യുദ്ധത്തിന്റെ വിജയം എന്ന് പറയുന്നത്. സർവ്വ സൈന്യാധിപനാണ് എല്ലാ ആളുകളെയും എവിടെയാണ് നിൽക്കേണ്ടത്, ഏത് സ്ഥാനത്താണ് നിൽക്കേണ്ടത്, ഏത് വ്യൂഹാണ് രചിക്കേണ്ടത്, എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കമാൻഡുകൾ കൊടുക്കുന്ന ആളാരാണ്? സർവ്വ സൈന്യാധിപനാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആദ്യം നമ്മൾക്ക് വലിയ സ്ഥാനം കൊടുക്കേണ്ടത് സർവ്വ സൈന്യാധിപന് തന്നെയാണ്. കാരണം സർവ്വ സൈന്യാധിപന്റെ വിജയം മാത്രമാണ് യുദ്ധത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധം ആരംഭിക്കാൻ പോണേ ഉള്ളൂ. ആ ഒരു സമയത്ത് ദുര്യോധനന്റെ സർവ്വ സൈന്യാധിപനായിട്ട് നിൽക്കുന്നത് പിതാമഹനായിട്ടുള്ള മുത്തശ്ശനായിട്ടുള്ള ഭീഷ്മരാണ്. അപ്പോ ഭീഷ്മരെ പറയേണ്ടതിലും മുന്നേ ദ്രോണരെ പറയാണ്, ദ്രോണരെ പരാമർശിക്കുകയാണ്. അപ്പോൾ ഒരു സന്തോഷം ദ്രോണർക്ക് കിട്ടുമല്ലോ. ഭീഷ്മരെക്കാളും വലിയ സ്ഥാനമാണ് ദുര്യോധനന്റെ മനസ്സിൽ എനിക്ക് എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു വിശ്വാസം, എന്നെയാണ് വലിയ വിശ്വാസം എന്നുള്ള അത് സ്ഥാപിച്ചെടുത്താൽ തന്നെയാണ് ദ്രോണാചാര്യര് പാണ്ഡുപുത്രന്മാരുടെ അടുത്ത് ദുര്യോധനന് വേണ്ടിയിട്ട് നല്ലപോലെ യുദ്ധം ചെയ്യുള്ളൂ. കാരണം ഈ വിദ്യയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ദ്രോണാചാര്യരാണല്ലോ. അപ്പൊ യുദ്ധം ചെയ്യണമെങ്കിലും യുദ്ധം ചെയ്ത് ജയിക്കാനും ഇതിനെ എതിർക്കാനും ഒക്കെയുള്ള അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും വിദ്യയൊക്കെ ആർക്കറിയാം? ദ്രോണർക്കറിയാം. അപ്പൊ ദ്രോണർ ഇവിടെ മര്യാദയ്ക്ക് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാണ്ഡുപുത്രന്മാരെ എളുപ്പം തോൽപ്പിക്കാൻ പറ്റും എന്ന് ആർക്കറിയണം? ദുര്യോധനനെ അറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ദുര്യോധന ഈ കണ്ട് കഷ്ടപ്പെട്ട് നിന്ന് യുദ്ധഭൂമിയിൽ നിന്ന് പുകഴ്ത്തണത്. എന്നാൽ പുകഴ്ത്തിയാൽ മാത്രം പോരാ. ദുര്യോധനന്റെ സ്വഭാവം വെച്ച് നേരത്തെയുള്ള ശ്ലോകങ്ങളിൽ കണ്ട പോലെ ഇടയിലൊരു കുത്തും കൂടെ കൊടുക്കും ദുര്യോധനൻ. അത് ദുര്യോധനന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് ദുര്യോധനൻ എന്താണ്, ആദ്യം ഒന്ന് പുകഴ്ത്തി. ഭവാൻ ഭീഷ്മശ്ച, ആദ്യം തന്നെ സ്ഥാനം ആചാര്യന് കൊടുത്തു. ദ്രോണാചാര്യന്റെ പേര് ആദ്യം പറഞ്ഞു, പിന്നെ ഭീഷ്മരുടെ പേര് പറഞ്ഞു, പിന്നെ പറയണത് കർണന്റെ പേരാ. ഈ കർണന്റെ പേര് പറഞ്ഞ ശേഷം മാത്രമാണ് ഇവരുടെ കുട്ടിക്കാലത്തെ ഏറ്റവും ആദ്യത്തെ ഗുരുവായിട്ടുള്ള കൃപാചാര്യന്റെ പേര് പറയുന്നത്. നമ്മുടെ ദ്രോണാചാര്യർക്ക് ചിലപ്പോൾ വിഷമം കാണും. കാരണം ദ്രോണാചാര്യരുടെ സാല്യനാണ് കൃപാചാര്യര്. കൃപാചാര്യരുടെ പെങ്ങളാണ് കൃപി. കൃപിനെയാണ് ദ്രോണര് കല്യാണം കഴിച്ചിരിക്കുന്നത്.
അപ്പോ കർണനെ പരാമർശിച്ചതിന് ശേഷമാണ് ദ്രോണരുടെ ശാല്യനായിട്ടുള്ള കൃപാചാര്യനെ അവിടെ സ്മരിക്കുന്നത്. അപ്പൊ ദ്രോണർക്ക് അത് കേൾക്കുമ്പോൾ ചെറിയൊരു നീരസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ നീരസം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വാക്കും കൂടെ ചേർത്തു. സമിതം ചെയ്യാവുന്ന ഒരു വാക്ക് അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഈ സമിതം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പോരിൽ വിജയം നേടുന്നവരാണ് എന്നുള്ള ഒരു ഹൈപ്പ് അവിടെ കൊടുക്കുകയാണ്. അടുത്ത ശ്ലോകത്തിലാണെങ്കിലോ അന്യേച്ച ബഹവശൂര മദർത്തെ തെക്തജീവിത നാനാശാസ്ത്ര പ്രഹരണ സർവയുദ്ധ വിശാരഥ. എന്താ പറയണത്? അന്യേച്ച മറ്റു പലരും, ബഹവഹ അനേകം, ശൂര ശൂരന്മാര്, മദർത്തെ എനിക്കായിക്കൊണ്ട്, തെക്തജീവിത എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവൻ ത്യജിക്കാൻ ഒരുങ്ങി, നാനാശാസ്ത്ര പ്രഹരണ പല വിധത്തിലുള്ള ആയുധങ്ങളുമായിട്ട്, സർവേ എല്ലാവരും, യുദ്ധവിശാരദ യുദ്ധത്തിൽ നിപുണന്മാരാകുന്നു. എനിക്ക് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുണ്ട് പല വീരയോദ്ധാക്കന്മാര്, നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമായിട്ടുള്ള ആളുകൾ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് എന്ന് ആരെ ഓർമ്മിപ്പിക്കുകയാണ്? ദ്രോണാചാര്യരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ സിന്ധു പ്രദേശത്ത് സിന്ധു ദേശമുണ്ട്. സിന്ധു ദേശത്തെ രാജാവായിരുന്നു ബൃഹദ്രഥൻ. ഈ ബൃഹദ്രഥന്റെ പുത്രനാണ് ജയദ്രഥൻ. കൗരവന്മാര് 101 പേരാണ്. 100 ആങ്ങളമാർക്ക് ഒരു പെങ്ങളാണുള്ളത്. അപ്പൊ അവരുടെ ഏക സഹോദരിയായിട്ടുള്ള ദുശ്ശളയുടെ ഭർത്താവാണ് ഈ ജയദ്രഥൻ. പാണ്ഡവര് വനവാസം നടത്തിപ്പോന്ന ആ ഒരു കാലഘട്ടത്തില് ജയദ്രഥൻ പാഞ്ചാലിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം നടത്തി. ആ സമയത്ത് ഭീമസേനന്റെ അടി കൊണ്ടിട്ട് തോൽവി സമ്മതിച്ച് പിന്മാറി ഓടിപ്പോവാ ചെയ്തതേ ഈ ജയദ്രഥൻ. അപ്പോ അദ്ദേഹത്തിന് തോന്നി ഈ ഭീമന്റെ അടിയൊക്കെ കൊള്ളേണ്ട അവസ്ഥ എനിക്ക് വന്നല്ലോ, അപ്പൊ ഇതൊക്കെ ഒന്ന് മറികടക്കണം, അതിനു വേണ്ടിയിട്ട് തപസ് ചെയ്യാം. അങ്ങനെ അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു. ആരെയാ തപസ് അനുഷ്ഠിച്ചെന്നറിയോ? ശിവനെയാണ്. അങ്ങനെ കഠിനമായിട്ട് തപസ് ആയതുകൊണ്ട് തന്നെ ശിവൻ അപ്പൊ ഇദ്ദേഹം വരം ചോദിക്കാനായിട്ട് തുടങ്ങി. പാണ്ഡവരെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ട വരം. ഇത് കേട്ടപ്പോ ഭഗവാന് തോന്നി, ആ തിരക്കേടില്ലല്ലോ, എല്ലാവരും അങ്ങോട്ട് ഒറ്റയ്ക്ക് ജയിക്കാനുള്ള വരാണോ? ശരി, എന്നാ പിന്നെ ഞാൻ നിനക്കൊരു വരം തരാം. അർജുനനെ ഒഴിച്ച് ബാക്കി 4 പേരെയും നിനക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള വരാണ് ഭഗവാൻ കൊടുത്തത്. കൂട്ടത്തിൽ ഒരു വരവും കൂടി അങ്ങോട്ട് മേടിച്ചു ജയദ്രഥൻ. അത് ഭയങ്കര ലോജിക്കലി വാങ്ങിച്ചിട്ടുള്ള ഒരു വരാണ് കേട്ടോ. അതായത് കൂട്ടത്തില് ആരെങ്കിലും എൻ്റെ തല വെട്ടിയിട്ട് ആ തല താഴെ ഇടുകയാണെങ്കിൽ താഴെ ഇടുന്ന ആള് അപ്പൊ തന്നെ തല പൊട്ടി മരിക്കണം എന്നുള്ളതായിരുന്നു ആ വരം. ആ വരം കേട്ടപാടും പരമേശ്വരൻ ഇഷ്ടപ്പെട്ടു. നല്ല വരാണല്ലോ. അപ്പൊ ഭഗവാൻ പറഞ്ഞു തഥാസ്തു എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ആ വരൊക്കെ കൊടുത്തു പോയി. അപ്പോൾ നമ്മുടെ ജയദ്രഥന്റെ കുടില ബുദ്ധിയാണത്. ആര് കൊന്നാലും ഇപ്പൊ അയാളും കൂടെ മരിക്കൂലോ എന്നാണ് ജയദ്രഥൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അർജുനൻ അകലെയായിരിക്കുന്ന സമയത്താണ് ഈ പത്മവ്യൂഹം ഭേദിച്ചിട്ട് അകത്ത് കിടക്കട്ടെ നമ്മുടെ അഭിമന്യുവെ. അങ്ങനെ അഭിമന്യുവിനെ സഹായിക്കാൻ എത്തിയിട്ടുള്ള പാണ്ഡവരെയൊക്കെ ജയദ്രഥൻ ഒറ്റയ്ക്ക് തന്നെ തടഞ്ഞു നിർത്തിയിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ടാണ് ഈ കൗരവ പക്ഷത്തുള്ള വീരന്മാർക്ക് അഭിമന്യുവിനെ ചതിച്ചു കൊല്ലാനുള്ള അവസരം ലഭിച്ചത്. അപ്പൊ അടുത്ത ദിവസം അസ്തമയത്തിന് മുൻപായിട്ട് തന്നെ ജയദ്രഥനെ കൊല്ലുന്നു നമ്മുടെ അർജുനൻ ശപഥമൊക്കെ എടുക്കും യുദ്ധം നടക്കുന്ന സമയത്ത്. സ്വന്തം പുത്രനെ ചതിച്ചു കൊന്നതിന്റെ വിഷമാണ് അർജുനന്. അർജുനൻ അതുകൊണ്ടാണ് ധീരമായിട്ട് ശപഥം എടുക്കുന്നത്. ഈ കൗരവരാരാ മക്കൾ? അവർക്ക് ഭയങ്കര ബുദ്ധിയാണ്. അവരൊരു തീരുമാനം എടുക്കും, എന്താണെങ്കിലും നാളെ യുദ്ധത്തിന് ജയദ്രഥൻ പങ്കെടുക്കണില്ല, ജയദ്രഥനെ നമുക്ക് ഒളിപ്പിച്ചിരുത്താം, എന്നിട്ട് അസ്തമയം വരുമല്ലോ ആ സമയത്ത് ജയദ്രഥനെ പുറത്തിറക്കാം, അർജുനൻ എങ്ങനെ കൊല്ലണേന്ന് കാണാലോ, അർജുനനൊന്ന് കളിയാക്കാനും കിട്ടുന്ന അവസരമാണ്. പക്ഷെ അന്നേ ദിവസം നേരത്തെ അസ്തമയം വരും. അപ്പോൾ ജയദ്രഥൻ യുദ്ധം അവസാനിച്ചല്ലോ, അസ്തമയത്തിന് ശേഷം യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ ജയദ്രഥൻ ഒളിവിൽ അത്ര നേരം കഴിഞ്ഞിട്ട് ആ സദ്യ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അർജുനനെ എന്നെ കൊല്ലാൻ പറ്റിയില്ല, പ്രതിജ്ഞ തെറ്റിച്ചു എന്നാണ്. അർജുനൻ പ്രതിജ്ഞ തെറ്റിക്കുകയാണെങ്കിൽ അവിടെ കൂട്ടിയിട്ടുള്ള അഗ്നിയില് ചാടി മരിക്കും എന്നാണ് അർജുനൻ എടുത്തിട്ടുള്ള പ്രതിജ്ഞ. അപ്പൊ അർജുനൻ എന്തായാലും അഗ്നിപ്രവേശം നടത്താൻ പോവാണ് എന്ന് മനസ്സിലാക്കിയ ജയദ്രഥൻ ദുര്യോധനന്റെ കൂടെ അവിടെ ആർത്തുല്ലസിച്ച് അട്ടഹസിച്ച് അവിടെ എത്തും. അപ്പോഴാണ് ചെറുതായിട്ടൊന്ന് പണി പാളിയെന്ന് ആർക്ക് മനസ്സിലാവണത്? ജയദ്രഥനും കൗരവർക്കും മനസ്സിലാവണത്. ഭഗവാൻ തന്റെ ചക്രം ഒന്ന് മാറ്റുന്നത്. അതായത്
ഭഗവാൻ തന്റെ ചക്രം കൊണ്ട്, സുദർശന ചക്രം കൊണ്ട് ആ സൂര്യമണ്ഡലത്തെ മറച്ചു പിടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു സൂര്യ അസ്തമയമായി യുദ്ധം അവസാനിച്ചു എന്നാണ്. പക്ഷെ യുദ്ധം ശരിക്കും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ജയദ്രഥനെ അവിടെ വെച്ച് അർജുനൻ വധിക്കുന്നത്. അർജുനന്റെ ദിവ്യാസ്ത്രം ഏറ്റിട്ട് മറിഞ്ഞു വീഴുകയാണ് ജയദ്രഥൻ. അപ്പൊ ജയദ്രഥന്റെ ശിരസ് ആ ഒരു ദിവ്യാസ്ത്രത്തിൽ കോർത്ത് സന്ധ്യാവേളയിൽ ധ്യാനത്തിന് മുഴുകിയിരിക്കുന്ന ബൃഹദ്രഥന്റെ മടിയിലാണ് ചെന്ന് വീഴുന്നത്. അങ്ങനെ ബൃഹദ്രഥൻ അതെടുത്ത് നിലത്ത് എറിയുന്നോട് കൂടിയിട്ട് ബൃഹദ്രഥനും മരിക്കുകയാണ്. അങ്ങനെയാണ് ആ ഒരു കഥ വരുന്നത് കേട്ടോ. ഇതൊക്കെ യുദ്ധത്തിന്റെ സമയത്ത് മഹാഭാരതത്തിൽ പറഞ്ഞു പോരുന്ന കഥകളാണ്. ഇവിടെ ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ജയദ്രഥൻ, കൃതവർമാവ്, ശല്യര് തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇപ്പോ മറ്റൊരു അർത്ഥത്തില് നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ, പാപിയായിട്ടുള്ള ദുര്യോധനന്റെ പക്ഷം ചേർന്നത് കൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എങ്കിലും ഈ സുഹൃത്തുക്കളെല്ലാവരും തനിക്ക് വേണ്ടി നിൽക്കുകയാണ്, ഇവരാണ് തൻ്റെ ബലം. അപ്പൊ അതുകൊണ്ട് ദുര്യോധനനൊരു വിശ്വാസം ഉണ്ടാവുകയാണ്, പാണ്ഡവരെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും എന്നുള്ളത്. നമ്മൾ പറയില്ലേ, ഭീരുക്കളുടെ മനസ്സിലാണ് ഭയം ഉണ്ടാവുക എന്ന് പറയും. ഒരു പരവേശവും ഭയവും ഒക്കെ ഉണ്ട് നമ്മുടെ ദുര്യോധനനെ. ആ ഒരു പരവേശം കൊണ്ടാണ് ആചാര്യന്റെ അടുത്ത് പോയിട്ട് സ്വന്തം ഒരു സൈന്യബലത്തെ ഇങ്ങനെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപര്യാപ്തം തദസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ഫലം ഭീമാഭിരക്ഷിതം. എന്താ പറയണത്? ഭീഷ്മാഭിരക്ഷിതം, മഹാവീരനായിട്ടുള്ള ഭീഷ്മരാല് രക്ഷിക്കപ്പെട്ട, അസ്മാകം നമ്മുടെ, തദ്ബലം ആ സൈന്യം, അപര്യാപ്തം അപരിമിതമാകുന്നു, ഭീമാഭിരക്ഷിതം ഭീമനാൽ രക്ഷിക്കപ്പെട്ട, ഏതേശാം ഇവരുടെ, അതായത് പാണ്ഡവരുടെ, ഇതം ഈ, ബലം തോ സൈന്യമാകട്ടെ, പര്യാപ്തം പരിമിതം അല്ലെങ്കിൽ അല്പം ആകുന്നു എന്നാണ് പറയുന്നത്. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായിട്ടുള്ള ഭീഷ്മനാൽ സുരക്ഷിതവുമാണ്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതമാണെന്നാണ് പറയുന്നത്. ആരാ പറയണത്? ദുര്യോധനൻ ആചാര്യനോട് പറയാണ്. പാണ്ഡവ പക്ഷത്ത് 7 അക്ഷൗണി നിരന്നപ്പോൾ കൗരവ പക്ഷത്ത് 11 അക്ഷൗണികളാണ് നിരന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഭീഷ്മരുടെ നേതൃത്വത്തിലുള്ള സൈന്യം അപരിമിതമാണ്. 11 7ന്റെ മുന്നിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു സംഖ്യയാണ്. ഈ വിധം നമ്മുടെ സൈന്യത്തിന് ആവേശം പകരാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ പറയണ വാക്യങ്ങളാണിത്. യാതൊരു ഭയശങ്കങ്ങൾക്കും ഇടയില്ല. നമ്മൾ അപരിമിതമായിട്ടുള്ള സൈന്യമാണ്, എന്തായാലും വിജയം നമ്മൾ തന്നെ നേടും എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ദുര്യോധനൻ. പറയണ കാര്യം സത്യമായിരിക്കണം എന്നുള്ള നിർബന്ധം നമ്മുടെ കവിക്കുണ്ട്, അതായത് വ്യാസഭഗവാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കാം വ്യാസഭഗവാൻ ഈ ദ്വിതീയാർത്ഥം വരുന്ന ശ്ലോകത്തെ ഇങ്ങനെ തന്നെ രചിച്ചിട്ടുണ്ടാവുക. കാര്യം ദുര്യോധനൻ പറഞ്ഞത് ദുര്യോധനന്റെ പക്ഷം ജയിക്കും എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണെങ്കിലും ഈ ശ്ലോകം ഒന്ന് നല്ലപോലെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അപര്യാപ്തം തസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ഫലം ഭീമാഭിരക്ഷിതം. ഇവിടെ പ്രയുക്തമായിട്ടുള്ള അപര്യാപ്തം, പര്യാപ്തം എന്നീ പദങ്ങൾക്ക് വിപരീതാർത്ഥങ്ങൾ വന്നുകൂടുണ്ട്. അതനുസരിച്ചിട്ട് ഈ ഒരു ശ്ലോകത്തെ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപര്യാപ്തം എന്നതുകൊണ്ട് മതിയാകാത്തത്, അസമർത്ഥം എന്നീ അർത്ഥം കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ മതിയാകാത്ത അത്രയും സൈന്യം ഉണ്ട് എന്നുള്ളതാണ് ദുര്യോധനൻ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിലും സത്യം ഒന്ന് നോക്കൂ, അസമർത്ഥമാണ് എന്നല്ലേ അർത്ഥം വരുന്നത്. ഭീഷ്മരുടെ സംരക്ഷണത്തിലുള്ള നമ്മുടെ സൈന്യം അസമർത്ഥമാകുന്നു. എന്നാല് ഭീമന്റെ സംരക്ഷണയിലുള്ള പാണ്ഡവരുടെ ആ ഒരു സൈന്യം അവർ വിജയം നേടാൻ സമർത്ഥരാണ് എന്നൊരർത്ഥം നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ പറ്റും. ദ്വിതീയാർത്ഥാണ്. യുദ്ധാരംഭ വേളയിൽ ഇപ്പൊ ഈ ഒരു സംഭാഷണം നടക്കുന്നത് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപാണല്ലോ. യുദ്ധാരംഭ വേളയിൽ നമ്മുടെ പാണ്ഡവ സൈന്യത്തിന്റെ സേനാധിപതി, നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ ദുര്യോധനന്റെ സൈന്യത്തിന്റെ സേനാധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മ പിതാമഹനാണെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ പാണ്ഡവരുടെ സേനാധിപതി ദൃഷ്ടദ്യുമ്നനായിരുന്നു.
പിന്നെ ഈ ഒരു ശ്ലോകത്തില് എന്തുകൊണ്ടായിരിക്കും ഭീഷ്മ പിതാമഹനെ പറഞ്ഞതുപോലെ ഭീമനെ പറഞ്ഞിട്ടുണ്ടാവുക ഭീമാപി രക്ഷിതം എന്ന് പറയാണ്ടായ കാരണം എന്തായിരിക്കും? അതായത് ആദ്യത്തെ ദിവസം പാണ്ഡവപട വജ്രവ്യൂഹമാണ് രചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മേൽനോട്ടം ഏറ്റിരുന്നത് ഭീമനായിരുന്നു. നേരത്തെ തന്നെ നമ്മുടെ ദുര്യോധനനും കൗരവൻ സഹോദരന്മാരെല്ലാരും കൂടി ചേർന്നിട്ടെ നമ്മുടെ ഭീമന് വിഷം കൊടുത്തിട്ട് വെള്ളത്തിലെ കൈയും കാലും കെട്ടി ഇട്ട കഥ മഹാഭാരത കഥ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ? അതായത് ഈ പാണ്ഡവരുടെയും കൗരവരുടെയും കുട്ടിക്കാലത്തിന്റെ കഥകൾ പറഞ്ഞില്ലേ നമ്മളാ? ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് രസം കുടിക്കണതൊക്കെ നാഗലോകത്ത് എത്തിയിട്ട് ഭീമസേനൻ ഈ ദുര്യോധനനെ പണ്ട് മുതലേ ഭീമന് ഇഷ്ടമല്ലായിരുന്നു. ഭീമന്റെ ആ ഒരു സാമർത്ഥ്യവും ആരോഗ്യവും ഒക്കെ കാണുമ്പോഴേ താനൊന്ന് ചെറുതായി പോയി എന്നുള്ള തോന്നല് തോന്നുകയാണ് ദുര്യോധനന്. അപ്പൊ പണ്ടേ തൊട്ടേ ഈഗോ ആയിരുന്നു. ആ ഈഗോ വളർന്ന് വളർന്ന് അത് ദേഷ്യം വൈരാഗ്യം ഒക്കെ ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഭീമനെ വധിക്കാൻ പല പ്ലാനുകളും നമ്മുടെ ദുര്യോധനൻ ഇടുന്നുണ്ട്. പലമട്ട് പാഴ്ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. പക്ഷെ ഇതെല്ലാം അതിജീവിച്ച് പൂർവാധികം ശക്തനായിട്ടാണ് ഭീമസേനൻ വരുന്നത്. ഇപ്പൊ സേനാമുഖത്ത് നിൽക്കുന്ന ഭീമസേനനെ കണ്ട സമയത്ത് ദുര്യോധനന്റെ മനസ്സിലൊരു ആശങ്ക. അതുകൊണ്ടാണ് ദുര്യോധനൻ ഇവിടെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ഭീഷ്മ പിതാമഹനാൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യവും അവിടെ യുദ്ധത്തിന് പോയിട്ട് ഒരു പരിചയമില്ലാത്ത ഭീമനാൽ സംരക്ഷിക്കപ്പെടുന്ന പാണ്ഡുവിന്റെ സൈന്യവും എന്ന് പറയുന്നത്. ശരിക്കും ദൃഷ്ടദ്യുമ്നനാണല്ലോ ഓരോ സേനാധിപതി. അദ്ദേഹത്തെ ഇവിടെ പരാമർശിക്കണില്ല. കാരണം ഫോക്കസ് മുഴുവൻ ഭീമന്റെ അടുത്താണ്. വെറും കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. രണ്ട് കൂട്ടരുടെയും സൈന്യബലത്തെ താരതമ്യം ചെയ്യാണ്. ഭീമസേനേക്കാളും വളരെയധികം കഴിവുള്ള ഒരാളാണ് നമ്മുടെ ഭീഷ്മ പിതാമഹൻ. അദ്ദേഹമാണ് നമ്മുടെ സൈന്യാധിപതി. എന്തായാലും തനിക്ക് വിജയം നേടിത്തരുന്നുള്ള കാര്യം ഉറപ്പാണ്. യുദ്ധത്തിൽ നിശ്ചയമായിട്ടും വിജയശ്രീ ലാളിതനായിട്ടും മാറും എന്നുള്ളൊരു വിശ്വാസവും കൂടെ ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അയനേഷു ച സർവേഷു യഥാ പാകമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്ധു ഭവന്ത സർവ ഏവ ഹി. സർവേഷു എല്ലാ, അയനേഷു ച വ്യൂഹമാർഗങ്ങളിലും, യഥാഭാഗം നിശ്ചിത സ്ഥാനത്ത്, അവസ്ഥിതാഹ നിലകൊള്ളുന്നവരായ, ഭവന്ത നിങ്ങൾ, സർവേ ഏവാഹി എല്ലാവരും തന്നെ, ഭീഷ്മമേവ ഭീഷ്മരെ തന്നെ, അഭിരക്ഷന്തു രക്ഷിച്ചുകൊള്ളുക. ഇത് ദുര്യോധനൻ എല്ലാവരോടും കൂടി പറയണ ഒരു കാര്യമാണ്. ഇതില് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിലെ അർത്ഥം വളരെ വലുതാണ്. ദുര്യോധനന്റെ ഒരു മനസ്സിനെ അല്ലെങ്കിൽ ഒരു ഭയത്തിനെ, ദുര്യോധനന്റെ മനസ്സിൽ ഇത്ര കാലം ഉണ്ടായിട്ടുള്ള ഓരോരുത്തരെ കുറിച്ചുള്ള ഒരു കറക്റ്റ് പിക്ചർ ഈ യുദ്ധഭൂമിയിൽ പേടിച്ച് വിറച്ച് നിൽക്കണം ദുര്യോധനൻ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ യുവരാജാവാണല്ലോ, അപ്പൊ ഭയമൊന്നും കാണിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് പുറത്ത് കാണിക്കണമില്ല നമ്മുടെ ദുര്യോധനൻ. എന്നാല് ഓരോ വാക്കിൽ നിന്നും ദുര്യോധനന്റെ മാനസികാവസ്ഥ നമുക്ക് പ്രകടമാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, ഓരോരുത്തരെ കുറിച്ചുള്ള ചിന്തകളും ഈ ഒരു ശ്ലോകങ്ങളിൽ നിന്ന് വ്യക്തമായി. എത്രയോ മോശമാണ് ദുര്യോധനന്റെ മനസ്സെന്നുള്ളത് ഈ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതലൊന്നും പറയാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ അയനേഷുച്ച സർവേഷു ശ്ലോകത്തിന്റെ ഭാവാർത്ഥം ഇതാണ്. സൈന്യവ്യൂഹത്തില് മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. സേനയില് പ്രധാനികൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഓരോ സ്ഥാനങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ അയനങ്ങൾ എന്ന് പറയുന്നത്. സേനാ മധ്യത്തിലാണ് നമ്മുടെ സേനാധിപതിയുടെ സ്ഥാനം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സേനാധിപതിയുടെ വിജയമാണ് സേനയുടെ വിജയം. അപ്പൊ അതുകൊണ്ട് സേനാധിപതിയുടെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഭീഷ്മര് ഉള്ളിടത്തോളം കാലം കൗരവ സൈന്യത്തിന് പരാജയം ഉണ്ടാവില്ല എന്ന് ആർക്കറിയാം? ദുര്യോധനന് അറിയാം. ഇപ്പോ ശിഖണ്ഡി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭീഷ്മർ ആയുധം എടുക്കില്ല, യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശിഖണ്ഡിക്ക് കൊടുത്തിട്ടുള്ളൊരു വാക്കാണ്. ശിഖണ്ഡിനിയോട് പൊരുതാൻ വേണ്ടിയിട്ട് ഭീഷ്മര് തയ്യാറാവില്ല എന്ന് അറിയണത് കൊണ്ട് തന്നെ ഭീഷ്മരെ ശിഖണ്ഡിനി നേരിടാനാകാത്ത വിധത്തില് മാറ്റി നിർത്തണം. എന്നാൽ മാത്രമാണ് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഇത് ദുര്യോധനന്റെ യുദ്ധതന്ത്രാണ്. പരോക്ഷമായിട്ട് പറയണത് ഈ ഒരു കാര്യമാണ്. ഭീഷ്മര് ഉദാസീനനാകാതെ നിങ്ങളെല്ലാവരും നോക്കണം. ശിഖണ്ഡിനിയിൽ നിന്ന് അദ്ദേഹത്തിനെ അകറ്റി നിർത്തുകയും വേണം.
നേരത്തെ ഒരു ശ്ലോകം നിങ്ങൾ കേട്ടില്ലേ? ആ ശ്ലോകത്തില് ഭീഷ്മാഭിരക്ഷിതം എന്നാണ് ദുര്യോധനൻ ഉപയോഗിച്ചിരുന്ന പദം. അതായത് ഭീഷ്മനാൽ രക്ഷിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സൈന്യത്തില് എന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹനെ ഒന്ന് പുകഴ്ത്തിയെന്നുണ്ടെങ്കിലും ദ്രോണർക്കും മറ്റുള്ളവർക്കും ഒക്കെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ എന്ന് ദുര്യോധനൊരു ആശങ്ക. ആരെയും വിഷമിപ്പിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ യുദ്ധത്തിന് തോറ്റും. എല്ലാവർക്കും സന്തോഷം ഉണ്ടായാൽ തന്നെയാണല്ലോ യുദ്ധം ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ദ്രോണരെ പോലെയുള്ള വില്ലാളി വീരന്മാർക്ക് ആർക്കും തന്നെ വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചുവട് മാറണതായിട്ട് ഇവിടെ നമുക്ക് ദുര്യോധനനെ കാണാൻ പറ്റും. ഈ സൈന്യാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് എൻ്റെ സൈന്യത്തിനെ സംരക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ നേരെ മറിച്ചാണ് അദ്ദേഹം പറയണത്. അതായത് മുഖ്യൻ വീരന്മാരോടൊക്കെ തന്നെ ശത്രു സംഹാരത്തിനല്ല, സേനാപതിയുടെ സംരക്ഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയണത്. അപ്പൊ ഇതിന്റെ ധ്വനി എന്താന്ന് വെച്ചാലേ, നമ്മുടെ പിതാമഹൻ വൃദ്ധനാണ്, നല്ല വയസ്സുണ്ട്. വൃദ്ധനായിട്ടുള്ള സേനാധിപതിക്ക് സ്വന്തം സുരക്ഷയ്ക്ക് തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം യുദ്ധത്തില് മുഴുകിയിരിക്കുന്ന സമയത്ത് മറ്റു മാർഗങ്ങളുടെ ശത്രുക്കൾ വന്ന് കേറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും ജാഗരൂകരായിട്ടിരിക്കണം. അതുകൊണ്ട് എന്നിട്ട് നിങ്ങളെയൊക്കെ രക്ഷിക്കേണ്ട ആ ഭീഷ്മ പിതാമഹൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ നിങ്ങൾ തന്നെ രക്ഷിക്കണമെന്ന് ദുര്യോധനൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ദുര്യോധനന്റെ ഈ ഒരു ഭാഷണത്തിന് ദ്രോണര് മറുപടി ഒന്നും പറയണില്ല. യുദ്ധരംഗത്ത് എത്തിയപ്പോഴെന്താ അവിടെ ഉണ്ടായത്? ഭീഷ്മ പിതാമഹൻ ദുര്യോധനന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തു. ആ കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്.